അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റുന്ന ഒരു ബീറ്റ്റൂട്ട് പച്ചടിയും ഒരു ഓലനും റെഡിയാക്കിയാലോ. എളുപ്പത്തിലുണ്ടാക്കാൻ കഴിയുന്ന രണ്ട് വിഭവങ്ങളാണ് ഓലനും ബീറ്റ്റൂട്ട് പച്ചടിയും. അപ്പോൾ നമുക്ക് ആദ്യം ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കാം. ബീറ്റ്റൂട്ട് പച്ചടിക്ക് ഞാൻ ബീറ്റ്റൂട്ട് ഇതുപോലെ ക്യൂബായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചയ്ക്ക് ഗ്രേറ്റ് ചെയ്ത് വളരെ തിന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിത് കുക്കറിനകത്തിട്ട് ഒരു വിസിലടിച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ബീറ്റ്റൂട്ട് ഇട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ അത്രയും നേരം കൊണ്ട് നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് തേങ്ങയാണ്. അതിലേക്ക് 3 പച്ചമുളക്, 1/4 സ്പൂൺ ജീരകം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 കറിവേപ്പിലയുടെ ഇല. ഇത്രയും നമുക്ക് നന്നായി അരച്ചെടുക്കാം. അരയ്ക്കാൻ വേണ്ട വെള്ളം മാത്രം ഇതിലേക്ക് ചേർത്താൽ മതി. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. കുക്കറിലിട്ട ബീറ്റ്റൂട്ട് ഒരു വിസിൽ വന്ന് ഞാനത് ഒന്ന് തണുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ, ഒരുപാട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടില്ല. അപ്പോൾ ക്രഷ് ചെയ്ത ബീറ്റ്റൂട്ട് ഒരു പാൻ വെച്ച് ആ പാനിലേക്ക് ഇട്ടതിന് ശേഷം ഒരു തിള വരുമ്പോൾ നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്ത് പച്ചമണം മാറുമ്പോൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരുടെയും കയ്യിലുള്ള അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ഉള്ള തൈരിൻ്റെ പുളി അനുസരിച്ച് വേണം ഇതിലേക്ക് തൈര് ചേർക്കാൻ. അപ്പം ഞാൻ ഈ ഒരു ചെറിയ ഒരു ബൗളിൽ നിറച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് താളിച്ചിടാം. ഒട്ടും സമയം വേണ്ടാത്ത എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് പച്ചടി. ഇത് തുടക്കത്തിൽ ഞാനും വിചാരിച്ചിരുന്നത് ഭയങ്കര പാടുള്ള ഒരു സംഭവമാണെന്നാണ്. പക്ഷേ ഭയങ്കര എളുപ്പമാണ് എന്ന് ചെയ്തു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമുക്കിത് താളിച്ചിടാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുകും, മുളക്, കറിവേപ്പില ഇത് 3ഉം ഇട്ട് നന്നായി വറുത്തതിന് ശേഷം നമുക്ക് ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് ഏത് സദ്യക്ക് വേണമെങ്കിലും അല്ലാതെയും കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത് പച്ചടി. നമ്മുടെ പച്ചടി റെഡിയാണ്. ഇത് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. ായി നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓലനാണ്. സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റുന്ന ഒരു നല്ല പെട്ടെന്നുണ്ടാക്കാൻ കഴിയുന്ന ഓലൻ. അപ്പോൾ ഓലനിലേക്ക് വേണ്ടത് വൻപയറാണ് ഓലനിലിടുന്നത്. അപ്പോൾ ഓലനിലേക്ക് വേണ്ട വൻപയർ 1/4 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിട്ടില്ല. കഴുകി എടുത്ത പയറ് നമ്മളിതാ വേവിക്കാൻ വെക്കുകയാണ്. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും 1/2 സ്പൂൺ ഉപ്പും ചേർത്ത് നമ്മൾ വേവിക്കാൻ വെച്ചു. 4 വിസിൽ വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുമ്പളങ്ങ മുറിച്ച് വളരെ തിന്നായിട്ട് മുറിച്ചെടുത്ത കുമ്പളങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കുമ്പളങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 പച്ചമുളക് നെടുകെ കീറിയ 3 പച്ചമുളക് കൂടി ചേർത്ത് നമ്മൾ പയറിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് 2ാം പാൽ ഒഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കണം. ഇത് വേവേണ്ടത് 2ാം പാലിലാണ്. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. കുമ്പളങ്ങ വെന്ത് കഴിയുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആകും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ആവാനുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കുമ്പളങ്ങ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1ാം പാല് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് 1ാം പാല് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് പച്ച കറിവേപ്പില ഒന്ന് ഞെരടി ചേർക്കുന്നുണ്ട്. പച്ച വെളിച്ചെണ്ണയും ചേർത്ത് അടച്ചു വയ്ക്കാം. അപ്പോഴാണ് അതിൻ്റെ ആ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒക്കെ ചേർന്ന് ഒരു സ്മെല്ലും ഒരു നല്ല വാസനയും
ഒരു നല്ല ഫ്ലേവറും ഒക്കെ അതിലേക്ക് ഇറങ്ങും. അപ്പോൾ നമുക്ക് ഇത് ഇളക്കണ്ട, ഇതുപോലെ തന്നെ നമുക്ക് അടച്ച് വെച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഇതാ സദ്യക്ക് വിളമ്പാൻ പറ്റുന്ന 2 നല്ല അടിപൊളി പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന 2 വിഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.